ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. റോസ് ഫ്ലവർ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാം. വീട്ടിലുള്ള റോസപ്പൂവാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. വീട്ടിലുള്ള റോസപ്പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓറഞ്ചും ചുവപ്പാണ് എടുത്തിരിക്കുന്നത്. 2 ഓറഞ്ചും 5 ചുവപ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൂവിൽ നിന്നും ഇതിന്റെ ഇതളുകളെല്ലാം അടർത്തിയെടുക്കണം. അതിനുശേഷം ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് സോപ്പ് പീസ് മുറിച്ചെടുക്കാം. ഇത് 1 കിലോത്തിന്റെ സോപ്പ് പീസാണ്. ഞാൻ ഇതിൽ നിന്നും 400 ഗ്രാമാണ് എടുക്കുന്നത്. സോപ്പ് പീസ് മേടിക്കാൻ നേരത്തെ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പീസ് തന്നെ മേടിക്കണം. നേരത്തെ ഞാൻ മേടിച്ചിരുന്നത് മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത് അത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഇത് നല്ല ഹാർഡാണ്, മുറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കട്ടിംഗ് ബോർഡിലേക്ക് കമഴ്ത്തിയിട്ടതിന് ശേഷമാണ് മുറിക്കാൻ നോക്കുന്നത്. സോപ്പ് പീസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത്. ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. സോപ്പ് പീസ് എല്ലാം ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്. ഞാനൊരു തണ്ടിന്റെ പകുതി കറ്റാർവാഴ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കറ്റാർവാഴയുടെ ജെല്ലാണുള്ളതെങ്കിൽ അതെടുത്താലും മതി. കറ്റാർവാഴ തണ്ടിൽ നിന്ന് മുറിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെക്കണം 1 മണിക്കൂർ. അതിൽ നിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും. അത് ചൊറിച്ചിലുണ്ടാക്കുന്നതായിരിക്കും. അതിനുശേഷം കറ്റാർവാഴ നന്നായി കഴുകിയെടുക്കാം. ഇതിന്റെ 2 സൈഡിലുള്ള മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിലുള്ള കാമ്പാണ് എടുക്കേണ്ടത്. സ്പൂൺ ഉപയോഗിച്ച് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ ഞാനൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സോപ്പ് പീസ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല, ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് ഉരുകിക്കോളും. ഈ സമയം കൊണ്ട് കറ്റാർവാഴയും റോസപ്പും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ജ്യൂസ് മാത്രം മതി. അതുകൊണ്ട് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ കോക്കനട്ട് വെർജിൻ ഓയിൽ ആഡ് ചെയ്യാം. ഈ സമയം കൊണ്ട് സോപ്പ് ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറ്റാർവാഴയുടെയും റോസപ്പൂവിന്റെയും ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചു നേരം കൂടി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് കുറച്ചു നേരം കൂടി തിളപ്പിക്കുന്നത്. ഇതിലേക്ക് മണത്തിന് വേണ്ടി എസെൻഷ്യൽ ഓയിൽ ചേർക്കാം. ഞാനൊരു 20 തുള്ളി എസെൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മോൾഡിലേക്ക് ഒഴിക്കാം. ഞാൻ ഒരെണ്ണത്തിൽ മാത്രം റോസപ്പൂവിന്റെ ഇതളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോൾഡിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് അടർത്തിയെടുക്കാൻ പറ്റും. മോൾഡില്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രമോ ഉപയോഗിക്കാം. എണ്ണ തടവിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. 400 ഗ്രാം സോപ്പ് പീസ് കൊണ്ട് ഞാൻ 3 സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് അനക്കാണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും അടർത്തി എടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയത് രാവിലെയാണ്. ഇപ്പോൾ വൈകുന്നേരം ഇതിൽ നിന്ന് ഞാൻ അടർത്തി എടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ മണവും ഗുണവും ഉള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്നും കെമിക്കൽ സോപ്പൊന്നും മേടിക്കാണ്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഞാൻ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കടയിൽ നിന്നും സോപ്പ് മേടിക്കാറേ ഇല്ല. ഞാൻ ഈ സോപ്പ് പീസ് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പീസ് തന്നെ മേടിക്കുക. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഒരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.